എല്ലാവർക്കും നമസ്കാരം. വേനലവധി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കളിച്ചിരി തമാശകളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ അവർ സ്കൂളിൽ പോയിരുന്നു, പക്ഷേ ഇപ്പോൾ വീട്ടിലുണ്ട്. എന്തു ചെയ്യും? ആകെ ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മാനസികമായിട്ട് ഒത്തിരിയേറെ സമ്മർദ്ദം നൽകുവാൻ പോരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ സമയത്ത് എങ്ങനെ ഈ വേനലവധിക്കാലം നിങ്ങളുടെ കുട്ടികളുമായിട്ട് വീട്ടിൽ ഒന്നിച്ചായിരിക്കാൻ സാധിക്കും? വളരെ ഫലപ്രദമായി എങ്ങനെ ഈ വേനലവധിക്കാലം ചിലവഴിക്കാനായിട്ട് സാധിക്കും എന്നതിന് ലളിതമായ ചില പൊടിക്കൈകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ വേനലവധിക്ക് പറ്റുന്ന രീതിയിൽ, യോജിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഒരു ടൈം ഷെഡ്യൂൾ, അതായത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ടൈം ടേബിളിൽ നമുക്ക് ക്രമപ്പെടുത്താവുന്ന കാര്യങ്ങൾ: അവരെപ്പോൾ എഴുന്നേൽക്കണം, അവരുടെ ഭക്ഷണക്രമം എന്തായിരിക്കണം, അവർ വീട്ടിൽ എന്തെല്ലാം ജോലികളിൽ മറ്റുള്ളവരെ സഹായിക്കണം, അവർക്ക് ഏതെങ്കിലും പുതിയ കോഴ്സുകളോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എപ്പോൾ പോകണം, പുതിയ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണം, അയൽവാസികളുമായിട്ടും മറ്റു റിലേറ്റീവ്സായിട്ടൊക്കെ എങ്ങനെ അവർ പെരുമാറണം, അല്ലെങ്കിൽ ഏതെല്ലാം സമയങ്ങളിൽ അവർ ഇടപെടണം, പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് എത്ര സമയം കൊടുക്കണം, ആധ്യാത്മികമായിട്ടുള്ള ചില വളർച്ചകൾ അവരിൽ സംഭവിക്കുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ക്രോഡീകരിക്കണം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാകണം അവരുടെ വേനലവധിയിലെ ഒരു ടൈം ഷെഡ്യൂൾ. ഇങ്ങനെ ടൈം ഷെഡ്യൂൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും കൃത്യസമയം പറഞ്ഞിട്ട്, അതായത് 6 മണിക്ക് നീ എഴുന്നേറ്റിരിക്കണം, 6:10 നീ പല്ല് തേച്ചിരിക്കണം, അല്ലെങ്കിൽ 6:15 നീ പുറത്തിറങ്ങിയിരിക്കണം, അതിനേക്കാൾ നല്ലത് ഒരു ടൈം റേഞ്ചിലേക്ക് അവരെ കൊണ്ടുപോരുക, അല്ലെങ്കിൽ അവരോട് ഒരു ടൈം റേഞ്ച് പറയുക. നീ 6 മണിക്ക് എഴുന്നേറ്റ് 6:30 റെഡി ആയിരിക്കണം. ഈ റെഡിയാകുന്നതിൻ്റെ ഇടയ്ക്ക് നീ പല്ല് തേച്ചിരിക്കണം, പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കണം, ബെഡ്ഷീറ്റെല്ലാം നല്ല രീതിയിൽ വിരിച്ചിരിക്കണം, അതുപോലെ ജനലുകൾ തുറന്നിരിക്കണം, നിൻ്റെ റൂം വൃത്തിയാക്കി വേണം നീ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ആ ഒരു ടൈം റേഞ്ചിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യുവാൻ വേണ്ടി കുട്ടിയോട് പറഞ്ഞു വരിക്കുകയാണ്. ആ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 2 രീതിയിലുള്ള ലേണിംഗ് ആണ് കുട്ടിയെ സംഭവിക്കുന്നത്. ഒന്ന്, ഒരു കാര്യം ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് എങ്ങനെ പോകണം, അല്ലെങ്കിൽ അടുത്ത കാര്യം കൂടി ചെയ്തതിന് ശേഷം അടുത്ത കാര്യം, അതായത് നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്. ഇങ്ങനെ ക്രമാനുഗതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ആ കുട്ടി പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നതും പഠിക്കുന്നു. ടൈം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് കൂടുതൽ സമയം ചിലപ്പോൾ എടുത്തെന്നിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാൻ എങ്ങനെ ആ ടൈം കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈം റേഞ്ചിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്, അത് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്ന ഒരു ബോധ്യത്തിലേക്ക് കുട്ടി വളർന്നു വരുന്നു, അല്ലെങ്കിൽ കടന്നു വരുന്നു. അപ്പം ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് ആവശ്യത്തിന് കളിക്കുവാനും ഉല്ലസിക്കുവാനും മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുചേരുവാനും അവരുടേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഏരിയാസിലേക്ക് അവർ ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു സമയം കൂടി നമ്മൾ കൊടുത്തിരിക്കണം. പലപ്പോഴും ഈ വേനലവധിയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, കുട്ടികളെ ആവശ്യത്തിലധികം പ്രോഗ്രാമിന് അല്ലെങ്കിൽ കോഴ്സുകൾക്ക് കൊണ്ടാക്കുന്നു. കുട്ടികൾ മാനസികമായി സമ്മർദ്ദപ്പെടുന്നു, അവർക്ക് ഒന്നിലും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അടുത്ത അധ്യയന വർഷത്തേക്ക് പോകുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ട്രെസ്സിൽ നിന്നാണ് അടുത്ത അധ്യയന വർഷത്തേക്ക് പോകുന്നത്. കുട്ടിയിൽ ഒരു റിലാക്സേഷനോ കുട്ടിയിൽ വേണ്ടുന്ന ഒരു ക്രിയേറ്റിവിറ്റിയോ അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കുട്ടിയുടെ പഠനത്തെയും പാഠ്യേതര വിഷയങ്ങളിലുള്ള കുട്ടിയുടെ നിപുണതയെയും അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുവാൻ കാര്യമുണ്ട്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവധിക്കാലമായിട്ട് തന്നെ ചിലവഴിക്കട്ടെ. മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ അവധിക്കാലങ്ങൾ എത്രയേറെ കൂട്ടുകാരുമായിട്ട് മറ്റെല്ലാം ഉല്ലസിച്ചും സന്തോഷിച്ചും കഴിഞ്ഞു. അങ്ങനെ ഒരു ബാല്യകാലം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമുണ്ട്. അതിനാൽ ആ ഒരു ക്രമീകരണം നിങ്ങൾ ചെയ്യുവാനായിട്ട് മറക്കരുത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണക്രമത്തെക്കുറിച്ചും ഏതെല്ലാം സമയങ്ങളിൽ അവർ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. വേനലവധിക്ക് പലപ്പോഴും ചെയ്യുന്ന കാര്യം, കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം അധികമായി
ഭക്ഷണം കൊടുക്കുന്നു, അവർ അതെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുന്നു, TV കാണുന്നു, കഴിക്കുന്നു. അവർക്ക് ആവശ്യമില്ലാതെ അവരുടെ ശരീരത്തിൽ മറ്റ് ഫാറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ അടിഞ്ഞുകൂടുവാനായിട്ടും കാരണമാകുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ നെക്സ്റ്റ് അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ അത് അവരുടെ ശരീരത്തെയും പഠിക്കുവാനായിട്ട് അവർക്കിരിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയെല്ലാം ബാധിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഭക്ഷണം ക്രമത്തോടൊപ്പം ഭക്ഷണ സമയവും ക്രമീകരിക്കുക. കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം എന്താണ് കൊടുക്കേണ്ടതെന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുക. ഒരു കുടുംബത്തിൽ ഏതെല്ലാം സമയത്താണ് ഭക്ഷണം ഉള്ളത് അതനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുവാനും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം ഇന്ന സമയത്ത് നീ കഴിച്ചു, അതിനുശേഷം എഴുന്നേറ്റു പാത്രമെല്ലാം കഴുകി ടേബിളെല്ലാം തുടച്ചിട്ടു, അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു കാര്യവും ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇനി കുട്ടികൾ ഇതെല്ലാം ചെയ്യുമ്പോഴും പ്രോത്സാഹനജനകമായ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ കാര്യം എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ എല്ലാം അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇന്ന് ചെയ്ത കാര്യം തന്നെ പിന്നെയും തുടങ്ങുവാനും തുടരുവാനും അവർക്ക് ഒരു ഉത്തേജനമാകും. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫാമിലി ടൈമാണ്. ഈ ഫാമിലി ടൈം ഇഫക്റ്റീവായിട്ട് എങ്ങനെയെല്ലാം ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഫാമിലിയിൽ മാതാപിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും ഒരുമിച്ചിരിക്കുവാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ക്രിയാത്മകമായിട്ട് ചില കാര്യങ്ങളെ കാണുവാനും ആ സമയം കൂടുതൽ പ്രയോജനപ്പെടുത്തുക. Grab your opportunity right now. കൊച്ചിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും അത്യപൂർവ ഓഫറുകളുമായി DPaul IMD. വിൻസെന്റ് സഭയുടെ നേതൃത്വത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 10 വർഷത്തെ വിസ്മയ മികവുമായി DPaul ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോഴ്സുകൾ: ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS, സർട്ടിഫിക്കറ്റ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് promoted by BSS, Advanced Diploma in Chef Training, certified by State Council. പഠനത്തോടൊപ്പം 5-star 4-star ഹോട്ടലിൽ പരിശീലനം. DPaul പ്രൊഡക്ഷൻ ലാബിൽ 300ഓളം വിഭവങ്ങളുടെ പ്രായോഗിക പരിശീലനം. ഫോറിൻ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ഗ്രൂമിംഗ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം DPaul IMD-യിൽ. DPaul IMD, SRM Road, Kochi. Call 9526 155589 9656 117063. DPaul IMD, DPaul Institute of Management Development. സിനിമ ടെലിവിഷൻ രംഗത്ത് തൊഴിലധിഷ്ഠിത മാധ്യമ കോഴ്സുകളുമായി സീഡിറ്റ് സിഡ്കോ അംഗീകാരത്തോടുകൂടെയും ഗുഡ്നസ് ടിവിയുടെ സഹകരണത്തോടെയും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ, ഗിഫ്റ്റ്, കൊച്ചിൻ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ആക്ടിംഗ് തുടങ്ങി സിനിമ ടെലിവിഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാധ്യമരംഗത്തുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ, ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്റ്റുഡിയോസ്, ചാനലുകളിൽ പരിശീലനം, അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ. വിവരങ്ങൾക്ക് ഗിഫ്റ്റ് കൊച്ചിൻ, മൊബൈൽ 9656 117063.